രവിചന്ദ്ര അശ്വിൻ എന്നാൽ ഒരു മുന്തിയ തരം ബീഞ്ഞാണ്. പഴകുന്തോറും വീര്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മൂല്യമുള്ള ബീഞ്ഞ്. എപ്പോഴൊക്കെ ടീം ആപത്ഘട്ടത്തിലാണോ അപ്പോഴൊക്കെ താൻ ആരാധിക്കുന്ന അണ്ണൻ രജനികാന്ത് സ്റ്റൈലിൽ ടീമിന്റെ രക്ഷകനായി അവതരിക്കാറുണ്ട് രവിചന്ദ്ര അശ്വിൻ. ബോൾ കൊണ്ട് മാത്രമല്ല ബാറ്റ് കൊണ്ടും എതിർമുഖത്ത് അശ്വിൻ നിശ്ചയദാർഢ്യത്തിന്റെ ആൾരൂപമായി നിൽക്കാറുണ്ട്. KGF 2 മാസ് ഡയലോഗായ വയലൻസ് വയലൻസ് വയലൻസ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഐ അവോയ്ഡ് ഇറ്റ്, ബട്ട് വയലൻസ് ലൈക്സ് മീ, ഐ കാൺട്ട് അവോയ്ഡ് എന്ന ആ ഒരു ഡയലോഗ് ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് താരത്തിന്, അതും ബംഗ്ലാദേശിനെതിരെ കളിക്കുമ്പോൾ കൃത്യമായും ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ മനുഷ്യന് തന്നെയായിരിക്കും, രവിചന്ദ്ര അശ്വിൻ തന്നെയായിരിക്കും. കാരണം ഒന്നിലധികം തവണ ഇപ്പോഴത്തേതടക്കം ഇന്ത്യക്കെതിരെ ഒരു ടെസ്റ്റ് ജയിച്ചുകൊണ്ട് ധാക്കയിലേക്ക് മടങ്ങാമെന്ന ബംഗ്ലാദേശിന്റെ മോഹങ്ങൾ തച്ചുടച്ചിട്ടുണ്ട് രവിചന്ദ്ര അശ്വിൻ. രവി അശ്വിൻ, ഐക്കൺ ഫോർ ഇന്ത്യ. ഇപ്പോൾ തന്നെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്. ബിൽഡ് എ സ്റ്റാൻഡ് ഫോർ അശ്വിൻ ഇൻ ചെപ്പോക്ക്. ചെപ്പോക്കിൽ അശ്വിന് വേണ്ടി ഒരു സ്റ്റാൻഡിങ് പണിയിച്ചേക്കുക. ദ ഗ്രേറ്റസ്റ്റ് എവർ ഫ്രം തമിഴ്നാട്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 147 വർഷത്തെ ചരിത്രത്തിൽ അപൂർവ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ താരമായി ഇന്ത്യയുടെ ഓൾറൗണ്ടറായ രവിചന്ദ്ര അശ്വിൻ മാറുകയായിരുന്നു കഴിഞ്ഞ ദിനം. ചെന്നൈയിൽ ബംഗ്ലാദേശിനെതിരെ ആദ്യ ടെസ്റ്റിന്റെ ആദ്യ ദിനം സെഞ്ചുറി നേടിയതോടെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ 30-ലധികം 5 വിക്കറ്റ് നേട്ടവും 20-ലധികം 50+ സ്കോറുകളും നേടുന്ന ആദ്യ ബാറ്റർ എന്ന നേട്ടമാണ് അശ്വിൻ സ്വന്തമാക്കിയത്. ടെസ്റ്റ് കരിയറിൽ 36 5 വിക്കറ്റ് നേട്ടവും 20 50+ നേട്ടവും ഇപ്പോൾ അശ്വിന്റെ പേരിലുണ്ട്. 6 സെഞ്ചുറിയും 14 അർദ്ധ സെഞ്ചുറിയുമാണ് ഇപ്പോൾ അശ്വിന്റെ പേരിലുള്ളത്. അതുപോലെ ചെപ്പോക്കിൽ അശ്വിന്റെ ഒരു സ്റ്റാൻഡ് പണിയണമെന്ന ആവശ്യവും വെറുതെയല്ല. കാരണം ചെന്നൈ ചെപ്പോക്കിൽ മികച്ച റെക്കോർഡുള്ള അശ്വിൻ അവസാനം കളിച്ച 7 ടെസ്റ്റുകളിൽ 2 സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും അടക്കം 55.16 ശരാശരിയിൽ 331 റൺസാണ് ഇവിടെ നേടിയത്. ബോളിംഗിലും ഹോം ഗ്രൗണ്ടായ ചെന്നൈ അശ്വിന്റെ ഇഷ്ടവേദിയാണെന്ന് നമുക്കറിയാം. 4 5 വിക്കറ്റ് നേട്ടവും ഒരു 10 വിക്കറ്റ് നേട്ടവും ഉൾപ്പെടെ 23.60 ശരാശരിയിൽ 30 വിക്കറ്റുകളാണ് അശ്വിൻ ചെന്നൈയിൽ മാത്രം നേടിയത്. ചെന്നൈയിലെ ചെപ്പോ ഗ്രൗണ്ടിൽ തുടർച്ചയായി 2 ടെസ്റ്റുകളിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ മാത്രം ബാറ്റർ എന്ന റെക്കോർഡും അശ്വിൻ കഴിഞ്ഞ ദിനം സ്വന്തമാക്കിയിരുന്നു. ചെന്നൈയിൽ ഹാട്രിക് സെഞ്ചുറി നേടിയിട്ടുള്ള ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ രമേശ് ടെണ്ടുൽക്കറാണ് അശ്വിന്റെ ഒരു മുൻഗാമിയായിട്ടുള്ളത്. 2021 ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിലും അശ്വിൻ ചെന്നൈയിൽ സെഞ്ചുറി നേടിയിരുന്നു. 106 റൺസായിരുന്നു അന്ന് അശ്വിൻ അടിച്ചെടുത്തത്. ബംഗ്ലാദേശിനെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസ് എന്ന നിലയിലേക്ക് ഇന്ത്യ ആദ്യ ദിനം അവസാനിപ്പിച്ചപ്പോൾ അത് നന്ദി പറയേണ്ടത് അശ്വിനോടാണ്. ഇന്ത്യ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇറങ്ങിയതെങ്കിലും ബാറ്റിംഗ് തകർച്ച തുടക്കത്തിൽ ഇന്ത്യക്ക് നേടേണ്ടി വന്നിരുന്നു. 144 റൺസ് എടുക്കുന്നതിനിടെ ഇന്ത്യക്ക് 6 വിക്കറ്റുകളാണ് നഷ്ടമായത്. രോഹിത് ശർമ്മ 6, വിരാട് കോഹ്ലി 6, KL രാഹുൽ 16, ശുഭ്മാൻ ഗിൽ എന്നിവരെല്ലാം നിരാശപ്പെടുത്തി സ്കോർ 200 കടക്കില്ല എന്ന ഒരു തകർച്ചയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യയെ കൈപിടിച്ച് ഉയർത്താൻ രക്ഷകനായി രവിചന്ദ്ര അശ്വിൻ ആ സമയത്ത് അവതരിക്കുന്നത്. കൂടെ രവീന്ദ്ര ജഡേജയും കൂട്ടായി എത്തിയതോടെ അതുവരെയും അലറിക്കൊണ്ടിരുന്ന ബംഗ്ലാ കടുവകളെ നിശബ്ദരാക്കിക്കൊണ്ട് അവർ ഇരുവരും പടുകൂറ്റൻ പാർട്ണർഷിപ്പും ബിൽഡ് ചെയ്യുകയായിരുന്നു ആ സമയത്ത്. ആദ്യ ദിനം രവിചന്ദ്ര അശ്വിൻ 102 റൺസും ജഡേജ 86 റൺസുമാണ് അടിച്ചെടുത്തത്. അശ്വിൻ ജഡേജ കൂട്ടുകെട്ട് ഇത് 2ാം തവണയാണ് 7ാം വിക്കറ്റിൽ സെഞ്ചുറി കൂട്ടുകെട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. 195 റൺസ് കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് ആദ്യ ദിനം നേടിയത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ എന്നും വിശ്വസ്തനാണെങ്കിലും പലപ്പോഴും അർഹിച്ച ബഹുമതിയോ അംഗീകാരമോ ഒന്നും വേണ്ടത്ര കിട്ടാത്ത താരമാണ് രവിചന്ദ്ര അശ്വിൻ. കഴിഞ്ഞ വർഷങ്ങളിലായി അശ്വിന്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാദപരമായ ചില വാക്കുകൾ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ സഹതാരങ്ങളെല്ലാം സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോൾ അവർ വെറും സഹപ്രവർത്തകർ മാത്രമാണ്. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മറ്റൊരാളെ ചവിട്ടി താഴ്ത്തി സ്വയം മുന്നേറാനും മുന്നോട്ട് കുതിക്കാനുമാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. അതിനാൽ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ ആർക്കും സമയമില്ല. ഏറെ ശ്രദ്ധിക്കപ്പെട്ട അശ്വിന്റെ ഒരുപാട് ആന്തരികാർത്ഥങ്ങൾ നിറഞ്ഞ ഈ ഒരു പരാമർശം കഴിഞ്ഞ വർഷങ്ങളിൽ ചർച്ചയായിരുന്നു. അങ്ങനെ ഒരു പ്രസ്താവന അശ്വിൻ നടത്തുമ്പോൾ ആ സമയത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള പ്ലേയിങ് 11-ൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആ സമയത്ത് ഏറ്റവും വലിയ അത്ഭുതമെന്ന മട്ടിൽ രവിചന്ദ്ര അശ്വിൻ പ്ലേയിങ് 11-ൽ നിന്നും ഒഴിവാക്കപ്പെട്ട കാഴ്ച. ആ ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. ആ സമയത്ത് നമുക്കറിയാം ലോകത്തിലെ നമ്പർ 1 സ്പിന്നർ ആയിരുന്നു അശ്വിൻ എന്ന് ഓർക്കണം. എത്രയോ കാലമായി ഈ ഒരു ഫൈനലിന് വേണ്ടി തന്ത്രങ്ങൾ ഒരുക്കുകയായിരുന്നു അശ്വിൻ എന്ന് ഓർക്കണം. ഓസീസിന്റെ ഓരോ ബാറ്റർക്കു വേണ്ടിയും വ്യത്യസ്ത തന്ത്രങ്ങൾ ഒരുക്കുകയായിരുന്നു ആ സമയത്ത് നടന്നുകൊണ്ടിരുന്ന IPL കാലത്തടക്കം രവിചന്ദ്ര അശ്വിൻ എന്ന് ഓർക്കണം. ആ സമയത്ത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 13 മത്സരങ്ങളിൽ നിന്നും 61 വിക്കറ്റുകൾ നേടിയ താരമായിരുന്നു അശ്വിൻ എന്ന് ഓർക്കണം.
ഇനി ഓൾറൗണ്ടറെയാണ് പരിഗണിക്കുന്നതെങ്കിൽ ആ സമയത്ത് തന്നെ ടെസ്റ്റിൽ 5ഓളം സെഞ്ചുറികൾ അടിച്ചിട്ടുള്ള താരമാണ് അശ്വിൻ എന്ന് ഓർക്കണം. മറ്റാരേക്കാളും ഈ വിഭാഗത്തിൽ ഏറ്റവും അനുയോജ്യനെന്ന നിലയിൽ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു അശ്വിൻ എന്ന് ഓർക്കണം. ആ ഒരു അശ്വിനെയാണ് അന്ന് ഇങ്ങനെ വീണ്ടും അവഗണനയുടെ കൈപ്പുനീർ കുടിക്കേണ്ടി വന്നത്. അതായത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത്. തന്റെ ഓൾറൗണ്ട് പാഠവും പലപ്പോഴും ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടും അശ്വിൻ പലപ്പോഴും സൈഡ് ബെഞ്ചിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിദേശ പര്യടനങ്ങളിൽ കോഹ്ലിയുടെയും രോഹിത്തിന്റെയും ക്യാപ്റ്റൻസിയിൽ പലപ്പോഴും പ്ലേയിങ് ഇലവനിൽ നിന്നും ഉൾപ്പെടുത്തപ്പെടാതെ അദ്ദേഹം രവീന്ദ്ര ജഡേജയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അശ്വിനെ ആ സമയത്തൊക്കെയും അദ്ദേഹത്തിന്റെ മുഖത്തെ വേദന നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ടെസ്റ്റ് ബോളർമാരുടെ ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തായിട്ടും ഇതേപോലെ ഓസ്ട്രേലിയക്കെതിരെയുള്ള ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നൽകാത്തത് അശ്വിന്റെ ആ ഒരു സമയത്ത് വിവാദമായിരുന്നു. സച്ചിനും ഗവാസ്കറും നാസർ ഹുസൈനും റിക്കി പോണ്ടിങ്ങും എല്ലാം ഇങ്ങനെ അശ്വിനെ മാറ്റി നിർത്തിയ ആ ഒരു നടപടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അന്ന്. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ രവിചന്ദ്ര അശ്വിനെ ഇങ്ങനെ അവഗണന ഏൽപ്പിച്ച ആഘാതം ചില്ലറയായിരുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ കുടുംബത്തെ കൂടാതെ സുഹൃത്തുക്കളുടെ പിന്തുണയും താരങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സങ്കടകരമായ യാഥാർത്ഥ്യം ആ സമയത്ത് ഇങ്ങനെ വാക്കുകളായി അശ്വിൻ വെളിപ്പെടുത്തിയത്. ടീമിൽ നിന്നും ഒഴിവാക്കിയത് സംബന്ധിച്ച് സഹതാരങ്ങളുമായി സംസാരിച്ചിരുന്നോ എന്ന് ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോഴാണ് അശ്വിൻ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി തുറന്നു പറഞ്ഞത്. ഇത് ആഴത്തിലുള്ള വിഷയമാണെന്നായിരുന്നു അശ്വിന്റെ ആദ്യത്തെ പ്രതികരണം ആ സമയത്ത്. ഓരോ സ്ഥാനത്തിനായും ടീമിനുള്ളിൽ കടുത്ത മത്സരമാണെന്നും സൗഹൃദം എന്ന വാക്ക്, സൗഹൃദം ഇൻവേർട്ടഡ് കൊമ, ആ ഒരു വാക്ക് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ ഇപ്പോഴില്ലെന്നും അശ്വിൻ വിശദീകരിക്കുകയുണ്ടായി. എല്ലാവരും സഹപ്രവർത്തകരായ ഒരു കാലഘട്ടമാണിത്. താരങ്ങൾ പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കുന്നതാണ് ടീമിന് നല്ലതെങ്കിലും അങ്ങനെയൊന്നും ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ സംഭവിക്കുന്നില്ല എന്നാണ് അശ്വിൻ അന്ന് തുറന്നു പറഞ്ഞത്. ടീം ഇന്ത്യയിൽ ഇപ്പോൾ ഓരോരുത്തരും ഒറ്റയ്ക്കുള്ള യാത്രയിലാണെന്നും അന്ന് രവിചന്ദ്ര അശ്വിൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇതിനൊപ്പം ഇന്ത്യയുടെ ടെസ്റ്റ് നായക സ്ഥാനത്തേക്ക് ഒരിക്കൽ പോലും പരിഗണിക്കപ്പെടാത്തതിനെ കുറിച്ചുള്ള നിരാശയും പരോക്ഷമായി അന്ന് അശ്വിൻ സൂചിപ്പിക്കുകയുണ്ടായി. അമിതമായി ചിന്തിച്ചു കൂട്ടുന്ന ആളെന്ന വിളിപ്പേരാണ് തനിക്ക് വിനയായത് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ആ ഒരു അഭിമുഖത്തിൽ അശ്വിൻ എന്ന് തുറന്നു പറഞ്ഞത്. അശ്വിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന സംഭാവനകൾ പരിഗണിക്കുമ്പോൾ, അശ്വിൻ നൽകിയ സംഭാവനകൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഇതിഹാസങ്ങളുടെ നിരയിൽ തന്നെയാണ് രവിചന്ദ്ര അശ്വിന്റെ സ്ഥാനം. ടെസ്റ്റിൽ ഇന്ത്യക്കായി 3000-ന് മുകളിൽ റൺസും 400+ വിക്കറ്റും എടുത്ത 2 പേർ മാത്രമേ ഉള്ളൂ. ഒരാൾ നമുക്കറിയാം, മുൻ ക്യാപ്റ്റൻ ഇതിഹാസ ഓൾറൗണ്ടർ കപിൽ ദേവ് ആണെങ്കിൽ രണ്ടാമൻ ഇതേ രവിചന്ദ്ര അശ്വിനാണ്. അശ്വിൻ എന്ന ബാറ്റ്സ്മാനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് അശ്വിൻ എന്ന ബോളറായേക്കാം. എന്നാൽ അത്യാവശ്യം വരുമ്പോൾ കഴിഞ്ഞ ടെസ്റ്റിലേതുപോലെ നമ്മൾ ബാറ്റുമായി ക്രീസിലേക്ക് വന്ന് തകർത്ത് കളിക്കുന്ന അശ്വിനെ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. ന്യൂസിലാൻഡിനെതിരെ ഏതാണ്ട് ഒരു 3 സീസൺ മുമ്പുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആ മാച്ചിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ഓസീസിനെതിരെ ചരിത്ര വിജയം നേടിയ അവരുടെ നാട്ടിൽ നടന്ന പരമ്പരയിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അന്ന് ഓസീസിനെതിരെ പ്രൊഫഷണൽ ബാറ്റ്സ്മാനായ ഹനുമ വിഹാരി മുട്ടിയിട്ട പന്തുകളെ പോലെ തന്നെ ഓസീസിനെതിരെ ആ സമയത്ത് അശ്വിൻ ബാറ്റ് കൊണ്ട് നടത്തിയ പോരാട്ട വീര്യവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മുമ്പ് ചെപ്പോക്കിലെ പിച്ച് ബാറ്റിങ്ങിന് കൊള്ളില്ലെന്ന് പഴിച്ച ഇംഗ്ലണ്ടുകാരെ സ്തബ്ധരാക്കിക്കൊണ്ട് അവിടെ ഇന്ത്യക്കായി അദ്ദേഹം ഒരു ടെസ്റ്റ് സെഞ്ചുറി നേടിയതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ഇപ്പോൾ ഇതാ ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റിലെ ഹീറോയിസവും അശ്വിന്റെ മികവ് അടിവരയിടുകയാണ്. രവീന്ദ്ര ജഡേജയുടെ റോൾ ഏറ്റെടുക്കാൻ അക്ഷർ പട്ടേൽ തയ്യാറായി നിൽക്കുകയാണെങ്കിലും അശ്വിന് പകരം വെക്കാൻ ഇതുവരെയും ഇന്ത്യക്ക് ഒരാളെ ഇനി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. ഹി ഈസ് നോട്ട് റീപ്ലേസബിൾ. രവിചന്ദ്ര അശ്വിൻ.